കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് കുറച്ച് താങ്ക് യു പോസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ഇതാ ഡൈസുക്കി സക്കായിയുടെ ഒരു താങ്ക് യു പോസ്റ്റും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെയൊക്കെ വന്നതാണ്. ഇപ്പോൾ ദിമിയുടെ ഇന്നലെയാണ് വന്നത്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ ഓൾറെഡി പലവട്ടം സംസാരിച്ചാണ്. എന്തായാലും ദിമിയുടെ ഇനി ഒരു ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയത്ത് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾ ഇപ്പം കരൺജിത്ത് അല്ലെങ്കിൽ ആർ ശർമ്മ തുടങ്ങിയിട്ടുള്ള പല പ്ലേയേഴ്സിൻ്റെയും ഇതേപോലെ താങ്ക് യു പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു. എനിവേ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇപ്പം പോലെ ഡൈസുക്കി സക്കായി എന്ന് പറയുന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് പോയതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അദ്ദേഹം ഈ ഒരു ക്ലബിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷുവ സുട്ടീരിയോ എന്ന് പറയുന്നൊരു പ്ലെയർ ആയിരുന്നു നമ്മൾ AFC പ്ലെയർ എന്ന നിലയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് സെപ്റ്റംബർ മാസമൊക്കെ ആയിട്ടുള്ള സമയത്താണ് ഇദ്ദേഹം എത്തുന്നത്. ഞാനന്ന് പറഞ്ഞിരുന്നു, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ജോഷുവിനേക്കാൾ ഒരു ബെറ്റർ പ്രൊഫൈൽ ആൻഡ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്ലെയർ ആണ് എന്നുള്ളതാണ്. ഒരുവിധം ആരാധകർക്കൊക്കെ KBC ആരാധകർക്കൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹം എന്നുള്ള കാര്യം അറിയാം. ഇപ്പം സ്റ്റാറ്റ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും 3 ഗോള് 1 അസിസ്റ്റ് എന്നുള്ളതാണ് ISL അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൾ. പിന്നെ അദ്ദേഹം ആദ്യം സ്റ്റാർട്ടിംഗ് 11 ഉണ്ടായിരുന്നു, പിന്നീട് കുറച്ച് സ്റ്റാർട്ടിംഗ് 11 ഇല്ലാണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീണ്ടും അദ്ദേഹം ഗെയിം ടൈം കാര്യങ്ങളിലേക്കൊക്കെ വന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് കൂടുതൽ ഗെയിം ടൈം ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമ്പേഴ്സ് അദ്ദേഹത്തിന് കൂട്ടാനൊക്കെ സാധിച്ചേനെ എന്നുള്ളതാണ്. ബട്ട് ഇദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻസ് അവിടെ കണ്ടെത്താം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല പ്ലെയർ തന്നെയാണ്. നമുക്ക് വന്നിട്ടുള്ള ഏഷ്യൻ പ്ലേയേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പ്ലെയർ തന്നെയാണ് സക്കായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പം AFC ഒന്നും ഇനിയിപ്പം നിർബന്ധമില്ല. അപ്പം നമുക്ക് ഉറപ്പായിട്ടും വെക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് സക്കായിയുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ കുറച്ച് ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ടെക്നിക്കലി അദ്ദേഹം നല്ല പ്ലെയർ തന്നെയാണ്. അതിപ്പോൾ ഈ ജപ്പാനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ജപ്പാന് വേണ്ടി ജൂനിയർ ലെവൽ വേൾഡ് കപ്പ് ഒക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. എനിക്കൊന്ന് ക്യാപ്റ്റനായിട്ട് വരെയൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ലൂണയൊക്കെ ആയിട്ട് കളിക്കുമ്പോഴാണ് അദ്ദേഹം കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് ഔട്ട്പുട്ട് വരുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആദ്യത്തെയൊക്കെ മത്സരങ്ങളിലാണ് അന്ന് ലൂണയും സക്കായൊക്കെ ഒന്നിച്ച് ഫീൽഡിലുണ്ടായിരുന്നു. ഇപ്പം ആ സക്കായി അടിച്ചിട്ടുള്ള ഗോളൊക്കെ ആണെങ്കിൽ കൂടി അതിൽ ലൂണയുടെ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ISL കാര്യം എടുക്കുമ്പോൾ വിദേശ താരങ്ങൾ അങ്ങനെ ഒരു സപ്പോർട്ട് എന്ന നിലയിലല്ലാണ്ട് അവർക്കൊരു ഇൻഡിവിജ്വലി ചെയ്യാൻ കഴിയുന്നവർക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ട്സ് ടീമിന് കൊടുക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു മോശം പ്ലെയറായിട്ട് പറയല്ല. പക്ഷേ ISL ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് KBCക്ക് വേറെ ബെറ്റർ ചോയ്സസുകൾ, വേറെ ആട്രിബ്യൂട്ട്സും കൂടെയുള്ള ചോയ്സസുകൾ തേടി പോകാമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് സനിയ.